സ്വപ്നം കണ്ട് പേടിച്ചോ? ഈ പ്ലാന്റേഷനിൽ ജോലി ചെയ്തിരുന്ന ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടിരുന്നോ? സായിപ്പിന്റെ കാലത്തോ മറ്റോ ആരോ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതല്ല, മല്ലിക മാഡത്തിന്റെ കാലത്തോ അതിനു മുൻപോ? എന്തേ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, ഒരു ഭയം. എന്താന്നറിയില്ല. മോള് വെറുതെ ഓരോന്ന് ആലോചിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉണർന്നെണീക്കുമ്പോ എല്ലാം ശരിയാവും. വാ മോളെ, വാ. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങും. വാ. ഈ മല്ലിക മേഡം ഇത്ര വലിയ പിശാചാണോ? അഞ്ജുവിനെ തല്ലിന്ന് കേട്ടു. പാവം, സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുക. അവൾക്കൊന്നിനും പ്രതികരിക്കാനാകില്ല. തല്ലിയാ തല്ലുകൊള്ളും. എല്ലാം ശങ്കരേട്ടന് വേണ്ടിയാ. അഞ്ചു മോള് എവിടെ ഭാസ്കരേട്ടാ? തല്ലുകൊള്ളാനുള്ള ചെണ്ടയാണല്ലോ അവള്. ആ രാജീവ് സാറിന്റെ മോളാ കാരണക്കാരി. ഓ, ആ സാറിന് ഇങ്ങനെ ഒരു ചെകുത്താനെ എന്തിനു കൊടുത്തോ എന്തോ. സുരഭി ചോദിച്ചത് ഭാസ്കരൻ സാറിന് മനസ്സിലായില്ലേ? മനസ്സിലായി. അഞ്ജനെ സസ്പെൻഡ് ചെയ്തു. അയ്യോ, ആരെ കണ്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും നമ്മുടെ മോളെ തിരിച്ച് ജോലിക്ക് കയറ്റണം ഭാസ്കരേട്ടാ. ഇന്നിപ്പോ ഒരു മീറ്റിംഗും ആഘോഷമൊക്കെ ഉണ്ടല്ലോ. മല്ലിക മാഡം MD ആയതിന്റെ 1ാം വാർഷിക ആഘോഷം. യൂണിയൻ നേതാക്കന്മാരൊക്കെ എത്തുന്നുണ്ട് സംസാരിക്കാൻ. അഞ്ജുവിനെ ആദരിക്കലല്ലേ ഇന്നത്തെ പ്രധാന പരിപാടി? +2 ജില്ലയിൽ 1ാം സ്ഥാനത്ത് എത്തിയത് അവളല്ലേ. അവളെ ആദരിക്കുന്ന മാഡം അല്ലേ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവും. സസ്പെൻഷൻ പിൻവലിക്കും. ആ ആഘോഷം ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. എല്ലാരും വിളിച്ച് ആഘോഷിച്ചാലേ ആര് പണിയെടുക്കും? എന്തായാലും ലീവ് എടുത്തിട്ടായാലും ഞാൻ പോവും. അവനെ നിങ്ങൾ വേഗം ചെല്ല്. സൂപ്പർവൈസർ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ചെല്ല്. മാഡം, യെസ്. എന്താ വിളിച്ചേ? ചടങ്ങുകളെല്ലാം ഫൈനലൈസ് ചെയ്തില്ലേ? യെസ് മാഡം. എന്തൊക്കെയാ കേക്കട്ടെ? ഇന്നത്തെ പ്രധാന ചടങ്ങ് കഴിഞ്ഞ വർഷം +2 ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച അഞ്ജനയെ ആദരിക്കലും സമ്മാനദാനവുമാണ്. അതിന്റെ ഒരു ബോർഡ് വെക്കണ്ടേ മാഡം? അതൊന്നും വേണ്ട. അവളിപ്പോ കമ്പനി തൊഴിലാളി അല്ല. പിന്നെന്തിനാ ആദരവ്? എന്നാലും എന്റെ കമാൻഡിംഗ് സ്വീകരിച്ചാ മതി. യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. ഗുഡ്. സോനു വേണമെങ്കിൽ കമ്പനിയിൽ സ്ഥിരമായി കുടിക്കും. ചെറിയ പോസ്റ്റിനൊന്നും എന്നെ കിട്ടില്ല. ഏത് പോസ്റ്റാ വേണ്ടത്? മിനിമം കമ്പനിയുടെ MD. അത് മിനിമം പോസ്റ്റ് തന്നെയാ. മോളിതെങ്ങോട്ടാ? ഇന്നല്ലേ മാഡത്തിന്റെ 1ാം വാർഷികം. വയ്യാത്തതല്ലേ, മോള് പോകണ്ട. അച്ഛൻ അറിയാവുന്നതല്ലേ. എനിക്ക് സമ്മാനമുണ്ട്, പിന്നെ ആദരിക്കൽ. അത് ആരെങ്കിലും ഇട്ട് വാങ്ങിയാ പോരെ? അത് വേണ്ട. ആ ഫംഗ്ഷൻ ഞാൻ നേടുന്ന സ്വപ്ന സാഫല്യമാ. MDയുടെയും മറ്റു വിശിഷ്ട അതിഥികളുടെയും മുമ്പിൽ ചെന്ന് എനിക്കത് വാങ്ങണം. മോളെ, നിന്നെ ആദരിക്കുന്നതും നീ സമ്മാനം വാങ്ങിക്കുന്നതൊക്കെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അഞ്ജന, എന്താ പറ്റി? അഞ്ജന, എന്തു പറ്റി? നിനക്ക് തീരെ വയ്യേ? നമുക്ക് എന്തായാലും ഡോക്ടറെ കണ്ടു പോവാം. സാരില്ല, അഞ്ജന പറയുന്ന കേക്ക്. വേണ്ടെന്നേ, ഞാൻ നടന്നോളാം. വാ, ഞാൻ നടന്നോളാം. ഇത് എന്റെ മകൾ സോന. മോളെ, ഇവർ യൂണിയൻ ലീഡേഴ്സ്. ഇത് ഇന്ദ്രൻ. നമസ്കാരം. അത് തോമസ്. നമസ്കാരം. കയറിയിരിക്കാം. പ്രോഗ്രാം ഉടൻ തുടങ്ങാം. അഞ്ജന, നമുക്ക് തിരിച്ചു പോവാം. നിന്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുക.
ഇല്ല, ഈ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാ. അയ്യോ, മീറ്റിംഗ് തുടങ്ങി തോന്നുന്നു. ഈശ്വര പ്രാർത്ഥന കേൾക്കുന്നു. ഒന്ന് പതുക്കെ. എങ്ങോട്ടാ? ഫംഗ്ഷന്. അത് തുടങ്ങിയല്ലോ. നിങ്ങളോടല്ലേ മലയാളത്തിൽ പറഞ്ഞ കേറാൻ പറ്റില്ലെന്ന്. ഇനി പുതിയ ഭാഷ വല്ലതും പ്രയോഗിക്കണോ? അകത്ത് നടക്കുന്നത് ഇവിടെ ആദരിക്കുന്ന ചടങ്ങാ. അങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ഇല്ല. ആനയെ ഭയന്നാ പോരെ, ആന പിണ്ടത്തെ മേടിക്കേണ്ട കാര്യമുണ്ടോ? നീ വാടി. സർ, എന്നെ ആദരിക്കുന്നതിന് ക്ഷണക്കത്തായത്. അതൊക്കെ കയ്യിൽ വെച്ചാ മതി. നിന്നെ കയറ്റിവിടാൻ ഉദ്ദേശിക്കുന്നില്ല.